സദാ കുറെ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ സദാ ക്ലാപ്പ് ചെയ്യുന്ന എങ്ങനെ? സദാ ഹായ് പറയുന്ന എങ്ങനെ? ഹായ്. എന്താടാ? ഒന്നുമില്ല, നിതീഷേട്ടൻ ക്യാമറയുടെ പുറകെ നിൽക്കുന്നതേ ഉള്ളൂ, ക്യാമറയിൽ നിന്ന് നോക്കുവാണ്, അത്രേ ഉള്ളൂ. ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് സദയുടെ ഒരു 1 year ജേർണി, അവളെപ്പം കമന്നു വീണു, നടക്കാൻ തുടങ്ങി എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. സോ സദ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അവൾ ഇത് ചെറിയൊരു സ്നാക്സ് കഴിക്കുന്നേ ഉള്ളൂ. അവളുടെ മെയിൻ കോഴ്സ് മീൽ അവൾ കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം സദ as you know maybe സദ ജനിച്ചത് 2024 സെപ്റ്റംബർ 7 അപ്പോൾ സദ ജനിച്ചതിന് ശേഷം കമന്ന് വീണ്, നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ആസ് എ മദർ അല്ലെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സ് നോക്കി കാണുന്നൊരു കാര്യം കമന്ന് വീഴുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് എടുക്കുന്ന ഒരു കാര്യം. പക്ഷെ സദ കമന്ന് വീണത് 3 മാസം കഴിഞ്ഞ് 4-ാം മാസവും കഴിയാറായപ്പോഴാണ്. ബേസിക്കലി ഒരു 5 മാസം തുടക്കത്തിലാണ്, 5-ാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് സദ കമന്ന് വീഴുന്നത്. സോ ഒരുപാട് അമ്മമാർക്ക് ടെൻഷനാണ് ആ സമയത്ത്. അയ്യോ, എൻ്റെ കുഞ്ഞ് കമന്ന് വീണില്ലല്ലോ, സമയത്തിന് കമന്ന് വീണില്ല, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞും മേ ബി ഈ കുഞ്ഞും ഒരേ സമയത്ത് ജനിച്ചു, അങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞ് അത് ചെയ്തു, ഈ കുഞ്ഞ് ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പൊതുവേ അമ്മമാർ ഭയങ്കര സ്ട്രെസ് എടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഡോക്ടർ നമ്മളോട് സദ എൻ്റെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്ന കേട്ടോ. നമ്മുടെ ഡോക്ടർ നമ്മളോട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നവരെ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പം അവൾ 5-ാം മാസത്തിലാണ് കമന്ന് വീഴുന്നത്. ബേസിക്കലി എന്തെന്ന് വെച്ചാൽ അവൾ ചരിഞ്ഞു തുടങ്ങി. ഒരു 3 മാസം കഴിയാറായപ്പോഴത്തേക്ക് ഇവൾ ചരിയുമായിരുന്നു സ്വന്തമായിട്ട്. ചരിഞ്ഞിട്ട് നമ്മളെ നോക്കും, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്ത് മേ ബി ഇവളുടെ ഒരു മനസ്സിൽ നമ്മളൊന്ന് കമത്തി കൊടുക്കും എന്നുള്ളതായിരുന്നേക്കാം. പക്ഷെ ഇവൾ കമന്നത് ഒരുപാട് താമസിച്ചാണ്. 5-ാം മാസം തുടക്കത്തിലാണ് ഇവൾ കമന്ന് വീഴുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മൈൽ സ്റ്റോൺ എൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇനി സദ വലിയണം. കമന്ന് വീണു വലിയണം. പക്ഷെ അതിന് മുമ്പേ ഒന്നുണ്ട്, കമന്ന് വീണിട്ട് ഇപ്പോൾ കുട്ടികൾ ആദ്യം കമന്ന് വീഴുന്ന ഒരു കംഫർട്ട് അവരുടെ ഒരു സൈഡ് കാണും. ഇത് കഴിഞ്ഞ് ഇവർ 2 സൈഡിലും കമന്ന് വീഴാനുള്ളൊരു കംഫർട്ട് സോൺ ഇവർക്ക് കിട്ടണം. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇവർ കമർന്ന് വീഴണം. സോ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് ഇവള് റാൻഡമായിട്ട് ഒരു ദിവസം ചെയ്തപ്പോൾ എനിക്കതത്ര എൻ്റെ കണ്ണിൽ ഇവൾ വലിയുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നെയാണ് എന്നോട് എൻ്റെ ചേച്ചി പറയുന്നത്, എൻ്റെ കസിൻ ചേച്ചി പറയുന്നത് 2 സൈഡിലും കമന്ന് വീണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് ഇനി വട്ടം. ഇതിന് മുമ്പേ കമന്ന് വീഴുന്നതിന് മുമ്പേയും വട്ടം കറങ്ങാൻ തുടങ്ങും. ഇതൊക്കെ ഒരു നല്ല സൈനാട്ടോ. കുഞ്ഞിൻ്റെ ഗ്രൂപ്പിന് വട്ടം കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇവൾ 2 സൈഡിൽ കമന്ന് വീണതിന് ശേഷം വട്ടം കറങ്ങുകയേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വരും. പക്ഷെ ആ ചട്ടി വലിയത്തില്ലായിരുന്നു. വലിയാൻ തുടങ്ങുന്നത് 7-8 മാസം ആവാറായി. സദ എല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണ് സദയുടെ നടന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ടീംസ് ഉണ്ട്. നമ്മളെ മക്കളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യും. മേ ബി അവർ ഇൻറ്റൻഷനലി നമുക്ക് മനസ്സിലാവും. ചിലരുണ്ട് നോർമലി പറയും എൻ്റെ കുഞ്ഞ് ഇന്ന മാസത്തിൽ കമന്ന് വീണടി, ഇത് കുഴപ്പമില്ല, പേടിക്കാനില്ല. ബട്ട് സം പീപ്പിൾസ്, എനിക്ക് ആസ് എ മദർ എനിക്ക് പറയാൻ തോന്നാറുണ്ട്, ചിലർ ടീംസ് ഉണ്ട്. അവർക്ക് എനിക്കറിയില്ല അവർക്ക് എന്താണ് ഒരു കുഞ്ഞിനെ വെച്ച് താരതമ്യം ചെയ്യാൻ ഉണ്ടാവുന്ന ഒരു പ്രചോദനമെന്ന് എനിക്കറിയില്ല. അവരുടെ മനസ്സിൽ എന്താണ് ആ മോട്ടീവ് എന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ ഇൻറ്റൻഷനലി നമ്മുടെ കുഞ്ഞിനെ വെച്ച് അവർക്കറിയാവുന്ന ഏതെങ്കിലും കുഞ്ഞിനെ വെച്ച് അവർ കമ്പയർ ചെയ്യും. അവർക്ക് ക്ലോസ് ആയ കുഞ്ഞുങ്ങളെ വെച്ച് അവർ കമ്പയർ ചെയ്യും. അത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കുഞ്ഞിനെ വെച്ചും ആരെയും കമ്പയർ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇവള് വട്ടം കറങ്ങുമായിരുന്നു. പിന്നെ ഒരു 8 ലാസ്റ്റ് ആവാറായി സദ വലിയാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എന്ന് നിതീഷേട്ടൻ വൈകിട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പുള്ളി കുപ്പി വെക്കും ഇവളുടെ ഫ്രണ്ടിൽ. എന്നിട്ട് കുപ്പി വെച്ചിട്ട് ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ട് ആ സമയത്ത് കുപ്പിയായിരുന്നു. അപ്പോൾ ഇവൾ കുപ്പി എടുക്കാനായിട്ട് ഇവള് വലിഞ്ഞ് കുപ്പി എടുക്കാൻ ശ്രമിച്ചു. അപ്പം
അതായിരുന്നു ഇവളുടെ അങ്ങനെ. അപ്പോഴും വലിയതായിട്ട് വലിയില്ലായിരുന്നു. നിതീഷേട്ടൻ വെക്കുന്നിടത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തോ വലിയും, അത്രയേ ഉള്ളായിരുന്നു. പിന്നെ ഒരു 7, 8, 9 മാസമായപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഇവള് കമന്ന് വീണത് ആദ്യമായിട്ട് ബെഡിലാട്ടോ. ഇവള് തറയിൽ കമന്ന് വീഴത്തില്ലായിരുന്നു. ഒരുപാട് ഈ 5ാം മാസത്തിൽ കമന്ന് വീണതിന് ശേഷവും പിന്നെ ഒരു 2-3 വീക്ക് എടുത്ത് ഇവള് തറയിൽ കമന്ന് വീഴും. ഇവള് ബെഡിലേ കമന്ന് വീഴത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ മുട്ടിലഴയാനും ഇവള് ബെഡിലായിരുന്നു മുട്ടിലഴഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾക്ക് ടൈലിൽ അത്ര മുട്ടിലഴയാൻ അത്ര കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഞങ്ങൾ ബേബി മാറ്റ് ഉണ്ടല്ലോ, ഇച്ചിരി സ്പോഞ്ചുള്ള, അത് ഞങ്ങൾ വാങ്ങിച്ചു. സോ അവൾ ആ മാറ്റിൻ്റെ അകത്ത് മുട്ടിലഴയാൻ ശ്രമിക്കുമായിരുന്നു. വളരെ ഒരു ദിവസത്തിൽ 1-2 തവണ മാത്രമേ ട്രൈ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ ഒരു 10ാം മാസം ആയപ്പോഴത്തേക്ക് ആശാട്ടി ഈ മാറ്റ്, അപ്പോൾ ഈ 8, 9, 10 ആദ്യം വരെയും ഏകദേശം ഒരു 1-1.5 മാസം വരെയും സദാ മുട്ടിലെഴയുന്നത് ആ മാറ്റിൻ്റെ അകത്ത് മാത്രമാണ്. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിക്കുന്നത്, ഡോക്ടർ ഇവള് മുട്ടിലെഴയുന്നതേ ഉള്ളൂ, ഇവള് നിൽക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല കുഞ്ഞ് അവളുടെ പേര് വിളിച്ച് അവൾ വിളി കേൾക്കും, ശബ്ദങ്ങൾ അവൾക്ക് തിരിച്ചറിയാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്, അവൾ ഐ കോണ്ടാക്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളോട്. അപ്പോൾ പേടിക്കാനുള്ള ഒരു പ്രശ്നവും അതിലില്ല, ഇതൊക്കെ നോർമലാണെന്ന് പറയും. ഞാൻ എല്ലാ തവണയും പോകുമ്പോൾ ഇത് തിരക്ക് കേട്ടോ. ഞാൻ എല്ലാ മാസവും സദയ്ക്കൊരു ചെക്കപ്പ് നമ്മൾ ചെയ്യുമായിരുന്നു. ഞങ്ങൾ പത്തനംതിട്ട മുത്തൂറ്റ് നവീൻ ഡോക്ടറിനെയാണ് കാണിച്ചിരുന്നത്. ആ ഡോക്ടർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ആ ഡോക്ടറിനെയാണ് ഇപ്പോഴും കൺസൾട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിലും കൺസൾട്ട് ചെയ്യുന്നത് നവീൻ ഡോക്ടറിനെയാണ്, പത്തനംതിട്ട മുത്തൂറ്റിൽ. അപ്പം ഒരു 10 കഴിഞ്ഞ് 10ാം മാസം സ്റ്റാർട്ടായപ്പോൾ സദ നിൽക്കാൻ തുടങ്ങി, പിടിച്ച് നിൽക്കും. അപ്പം മുട്ടിലഴയാനും ആ സമയത്താണ് ആശാട്ടി നന്നായിട്ട് തുടങ്ങിയത്, നിൽക്കാനും ആ സമയത്താണ് ആശാട്ടി നന്നായിട്ട് തുടങ്ങിയത്. അതിപ്പോഴും അവൾ അങ്ങനെയാണ്. ഇപ്പം അവൾ ആ ഒരു നിപ്പ് എനിക്കൊന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചു 10 തുടങ്ങി 11, ഈ 10ാം മാസം ഇനി 1 മാസം 2 മാസം കൂടെ ഉണ്ടല്ലോ, പിറന്നാളാകുമ്പോഴത്തേക്ക് നടക്കും, ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് കരുതി. പക്ഷെ സദാ നിന്നില്ല. അത് ഇറ്റ്സ് ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും സദയെ സ്ട്രെസ് കൊടുക്കാനോ ഞാൻ സ്വന്തമായിട്ട് സ്ട്രെസ് ചെയ്യാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. സദാ വളരെ എനർജറ്റിക്കാണ്. അവൾ നന്നായിട്ട് നോയിസ് ചെയ്യും, അവൾക്ക് ഹെൽത്തിയായ ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ നോർമലി എല്ലാ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റാണ്. നമ്മൾ ഓരോരുത്തരും പല രീതിയിലല്ലേ, അപ്പം നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്. ചില അമ്മമാർ ആവശ്യമില്ലാത്ത സ്ട്രെസ് എടുക്കാറുണ്ട്. സദാ ഇപ്പം നിന്നിട്ട് പിടിച്ച് എല്ലായിടവും നടക്കും. അപ്പോൾ അവൾക്ക് 1 വയസ്സും 1 മാസവും കഴിഞ്ഞു. ഇപ്പോഴാണ് അവൾ പിടിച്ച് നടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പക്ഷെ അവള് എല്ലാ അവള് നിതീഷേട്ടൻ അവിടെ നിന്നിട്ട് എന്തോ പറയുന്നതിനാണ് ആശാട്ടി ചിരിക്കുന്നത്. അപ്പോൾ നിതീഷേട്ടൻ കളിക്കുന്ന എല്ലാ ഇതിലും അവൾ റെസ്പോൺസ് ചെയ്യാറുണ്ട്. നിതീഷേട്ടൻ ചെയ്യുന്ന രീതിയിൽ അവൾ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഐ കോണ്ടാക്റ്റ് ഉണ്ട്. അവൾക്ക് സ്ട്രേഞ്ചേഴ്സിനെ മനസ്സിലാവാറുണ്ട്. ഓക്കെ, ഈ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നതിൽ ഒന്ന് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയും. പുതിയതായിട്ട് ഒരാളെ കാണുമ്പം ഇത് എനിക്ക് അടുപ്പമുള്ളവരല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതും സദയ്ക്ക് സമയത്ത് അതൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ നടക്കാൻ ഇച്ചിരി ലേറ്റായി അല്ലേ, ബാക്കിയുള്ള ഈ കമന്ന് വീഴാൻ അങ്ങനെയൊക്കെ ലേറ്റ് ആയതേയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓക്കെ. ഇപ്പം പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് മാരത്തോണിലൊന്നും ഓടാൻ പോകാനില്ലല്ലോ. എന്നോട് ചിലർ ചോദിക്കാൻ നേരം ഞാൻ പറയാറുണ്ട്, പക്ഷെ ചിലരോട് നമുക്ക് മുഖം കറുപ്പിച്ച് പറയാൻ പറ്റാറില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അവരോട് എനിക്ക് പുച്ഛമേ ഉള്ളൂ. അത് ഇൻറ്റൻഷനലി ചിലർ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി, അയ്യോ നിൻ്റെ കുഞ്ഞ് ഇച്ചിരി നിറം കുറഞ്ഞതാണല്ലോ, അയ്യോ നിൻ്റെ കുഞ്ഞിന് മുടിക്കുള്ളില്ലല്ലോ, അയ്യോ നിൻ്റെ കുഞ്ഞിൻ്റെ മുടി ഇങ്ങനെ. ഐ ഹേറ്റ്. ചിലരോട് ഞാൻ മുഖത്ത് നോക്കി പറയും, ചിലരോട് പറയില്ല. പക്ഷെ മനസ്സിന് നല്ലത് വിചാരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ തിരിച്ച് പറയും, ഇവക്ക് വേണ്ടി ഞാൻ സംസാരിച്ചില്ല പിന്നെ ആര് സംസാരിക്കണം. അപ്പം അങ്ങനത്തെ ഈ വൃത്തികെട്ട കമ്പാരിസൺ ചെയ്യരുത്. അത് ഏറ്റവും തേർഡ് ക്ലാസ് മെൻറ്റാലിറ്റിയാണ്. അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കുക. ഞാൻ ഇങ്ങനെയുള്ളവരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ആദ്യത്തെ കാര്യം. എന്താടാ സോ സത് ഇപ്പം പിടിച്ച് നടക്കുന്നുണ്ട്. മേ ബി
ഒരു 2 or 3 months നടക്കുമായിരിക്കാം. ഇത് എൻ്റെ ഒരു വിചാരമാണ്. മേ ബി നോട്ട് ഓർ മേ ബി യെസ്, അതൊന്നും നമുക്കറിയില്ല. സദയുടെ അച്ഛനുമായിട്ട് ഭയങ്കര കളിയാണ്. ഓക്കെ, ഒന്നുമില്ല, നിതീഷേട്ടൻ ക്യാമറയുടെ പുറകെ നിൽക്കുന്നതേ ഉള്ളൂ, ക്യാമറയിൽ നിന്ന് നോക്കുവാണ്, അത്രേ ഉള്ളൂ. സോ ഇത്രയും ചിരി ആയതിനാൽ നമുക്ക് ഇവളുടെ സ്നാക്സ് മാറ്റി വെക്കാം. ഇത് സ്നാക്സ് ഒന്നുമില്ല, ഇത് ബട്ടർ തേച്ചിട്ട് ഇച്ചിരി മാവ് ദോശ കേട്ടോ. നമുക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തിരുന്നു വൈകിട്ട്. സോ അതിൻ്റെ കുറച്ച് ദോശ ബാക്കി ഇരുന്നത് ഞാൻ ബട്ടർ തേച്ചിട്ട് എടുത്തതാണ്. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. സദയുടെ മൈൽ സ്റ്റോൺസ് എല്ലാം ഓർഡറിലാണ്. ഒന്നും എന്താ പറയുന്നത്, ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ കമ്മെന്ന് വീഴാതെ, അല്ലെങ്കിൽ കമ്മെന്ന് വീണുടനെ നിൽക്കാൻ ശ്രമിക്കുക, മുട്ടിലഴയത്തില്ല. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. സദ അങ്ങനല്ല. സദയ്ക്ക് എല്ലാ കാര്യവും ഓർഡറിലാണ് പോയിരിക്കുന്നത്, കുറച്ച് ലേറ്റാണ് പോയിരിക്കുന്നത്. ചിലർ എന്നോട് വന്ന് പറയാറുണ്ട്, വെയിറ്റും വണ്ണമൊന്നും ഇല്ലല്ലോ കുഞ്ഞിന്, പിന്നെന്താ കുഞ്ഞ് ഇത്രയും താമസിച്ച് ചെയ്യുന്നത്. എനിക്ക് മനസ്സിൽ ചില സമയത്ത് എനിക്ക് എന്താ പറയണ്ടേന്ന് കൂടി അറിയില്ല. കാരണം ഇവരോടൊക്കെ ഞാൻ എന്ത് പറയണം? അവൾ പയ്യെ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അവൾ മാരത്തോണൊന്നും ഓടാൻ പോകുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്താ സൂക്കേട് എന്ന് ചോദിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഫംഗ്ഷനിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആയിരിക്കും ഇവരെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് അതൊന്നും ചോദിക്കാൻ പറ്റില്ല. ബട്ട് ഇത് നല്ല സ്വഭാവമല്ല. നമ്മൾ നോർമലി കൺസേൺ ആയിട്ട് ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മളോട് കൺസേൺ ആയിട്ട് എടാ ഇതിങ്ങനെയാണ് മോക്ക് അങ്ങനെ പറയുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിപ്പം നമുക്ക് ഇച്ചിരി വണ്ണം കൂടിയവരോട്, ഇപ്പം എനിക്ക് ഇച്ചിരി വണ്ണമുണ്ട്, എന്നോട് അടുത്ത ആൾക്കാർ വന്നിട്ട് എടി നന്നായിട്ട് വണ്ണം കൂടുന്നുണ്ട്, എന്താ പറ്റിയത്, നീ ഒന്ന് ഡേറ്റ് നോക്കണം, ഒന്ന് കുറയ്ക്കണമെന്ന് പറയുന്നത്, ഇത് വണ്ണിച്ചങ്ങ് തീർത്ത് പോയാലോ എന്ന് പറയുന്നത് അത് വ്യത്യാസമുണ്ട്. സോ അതേ വ്യത്യാസം ഇവളുടെ കാര്യത്തിൽ കൺസേണോട് പറയുന്നതും അല്ലാതെ പറയുന്നതും നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ പന്ന സ്വഭാവമാണ്. സദയ്ക്ക് ഇരിക്കണ്ട ഇതിൽ. സദയുടെ അച്ഛൻ്റെ കൂടെ കളിക്കാൻ പോകണം. ഓക്കെ, സദ കുറേ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ സദ ക്ലാപ്പ് ചെയ്യുന്ന എങ്ങനെ? സദ ഹായ് പറയുന്ന എങ്ങനെ? ഹായ്. കാക്കു എങ്ങനെ വെക്കുന്നേ? ഫ്ലൈങ് കിസ് കൊടുത്തേ. സബ്സ്ക്രൈബേഴ്സിന് ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഞങ്ങൾ 2 കൈകളുണ്ടാവുമായിരുന്നു. ഓ ഗുഡ് ഗേൾ. സദ ഇങ്ങനെ എന്തെങ്കിലും തരുമ്പം ചെയ്യുന്നത്. സദ ഇത് അമ്മയ്ക്ക് തന്നെ, അമ്മയ്ക്ക് തന്നെ. താങ്ക് യു. സദ എന്ത് തന്നാലും ഐ ഡോണ്ട് നോ, മേ ബി അവൾ എനിക്ക് സാധനങ്ങൾ തരുമ്പോൾ ഞാൻ ഇങ്ങനെ താങ്ക് യു എന്ന്, ഞാൻ അവൾ എനിക്ക് എടുത്ത് തന്നാലും, അവൾ റാൻഡമായിട്ട് എന്ത് തന്നാലും ഞാൻ താങ്ക് യു പറയാറുണ്ട്. അതൊരു യൂസ് ടു ആയിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും, അവൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവളും നാളെ താങ്ക് യു പറയണം എന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് അവൾ എനിക്ക് എന്ത് തന്നാലും വട്ടവർ ഞാനത് താങ്ക് യു പറയാറുണ്ട്. ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കുമ്പം വെൽക്കം പറയാറുണ്ട്. എനിക്കറിയില്ല, അവൾ എന്നോട് താങ്ക് യു പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അവൾക്ക് കൊടുക്കുമ്പോൾ യു വെൽക്കം എന്നൊക്കെ പറയാറുണ്ട്. സോ മേ ബി അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ കൈ വെക്കും. സോ അത് അവൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു സദാ, താങ്ക് യു സോ മച്ച്. സദ അച്ഛ എന്ന് പറഞ്ഞ അച്ഛ. സദാ അച്ഛ അമ്മ എന്ന് പറയാം കേട്ടോ. അച്ഛ എന്ന് സദാ പറഞ്ഞത് എനിക്കൊന്നു 11ാമത്തെ മാസമാണ് കേട്ടോ അച്ഛ എന്ന് പറയുന്നത്. 8ാം മാസം. ഓക്കെ, ഞാൻ അത്ര എനിക്ക് ഓർമ്മയില്ല അച്ഛ. ബട്ട് അവൾ ഒരുപാട് നേരത്തെ അച്ഛ എന്ന് പറഞ്ഞിരുന്നു. 8-9 മാസമായപ്പോൾ അവൾ അച്ഛ എന്ന് പറഞ്ഞു. അമ്മ എന്ന് പറയുന്നത് ഈ റീസെൻ്റായിട്ടാണ്. അതും വളരെ വിരളമായിട്ട് 1-2 തവണ മാത്രമേ അമ്മ എന്ന് പറഞ്ഞുള്ളൂ. ബട്ട് അവൾ ചില ശബ്ദങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും നമ്മൾ ചെയ്യുന്ന ഫോണൊക്കെ. താങ്ക് യു. ഇത് കളിപ്പിച്ചതാണേ. ആണോ? താങ്ക് യു. കളിപ്പിച്ച അമ്മയ്ക്ക് തരുമോ? അല്ല, എന്ത് ചോദിച്ചാലും തരുമോ ആശാട്ടി? അമ്മയ്ക്ക് ഗുഡ് ഗേൾ, താങ്ക് യു. സോ നമ്മൾ എന്ത് ചെയ്താലും അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. എന്ത് ചെയ്താലും അത് നല്ലതാണെങ്കിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം, നല്ലതല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇവള് പല്ല് വന്ന സമയത്ത് കടിക്കാൻ ശ്രമിക്കുമായിരുന്നു, അപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ കടിച്ചാൽ ഞാൻ ഓഫ്കോഴ്സ് നമുക്കൊരു ശബ്ദം വരുമല്ലോ പേടിച്ചിട്ട്, വേദന എടുത്തിട്ട്. അപ്പം ഞാൻ അങ്ങനെ അലച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടില്ല, ഞാൻ മാറ്റിയിരുത്തുമായിരുന്നു.
1-2 തവണ ആയപ്പം സദാ ഇപ്പം അങ്ങനെ കടിക്കാറില്ല. സദാ ഞാനൊന്ന് അലച്ചാൽ സദയ്ക്ക് പിന്നെ പേടി, അയ്യോ എന്ത് പറ്റി. ഞാൻ പക്ഷെ വഴക്ക് പറയാറില്ല. പക്ഷെ ഞാൻ മിണ്ടത്തില്ല ആ സമയത്ത് കുറച്ച് നേരത്തേക്ക്. ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട മുഖത്തിലിരിക്കും. സോ പക്ഷെ നല്ലത് ചെയ്താൽ ഞാൻ ഗുഡ് ഗേൾ, താങ്ക് യു, ഇങ്ങനെ ഒരു നല്ല വേർഡ്സ് അതും വളരെ ഹാപ്പിയോടെ ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് അവളുടെ മൈൽ സ്റ്റോണും സദയുടെ ഇത്രയും വരെയുള്ള ഒരു 1 year and 1 month ആയി. ഇതൊക്കെയാണ് എൻ്റെ സദയ്ക്കുള്ള ടിപ്സ് ഞാൻ ചെയ്യുന്നത് പല്ല് വന്ന സമയത്തൊക്കെ. സദൊരു ബൈ പറഞ്ഞേ. ഓ ബൈ പറഞ്ഞേ. ബൈ ബൈ, ടേക്ക് കെയർ, ബൈ. അത്രയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.